മെയ് 1 മുതൽ ടോൾ പ്ലാസകളിൽ വൻ മാറ്റമാണ് വരാൻ പോകുന്നത്. സാധാരണയായി ടോൾ പ്ലാസകളിൽ നീണ്ട ക്യൂ ആണ് പതിവ്. എന്നാൽ ഇനി മുതൽ ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ GPS അധിഷ്ഠിത ടോൾ സംവിധാനം നടപ്പിലാക്കാൻ പോകുകയാണ്. ഇത് നടപ്പിലാക്കുന്നതിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തിന് ആനുപാതികമായി യാത്രക്കാർക്ക് ടോൾ നൽകിയാൽ മതിയാകും. വാഹനങ്ങളുടെ ദൂരം ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ കണക്കാക്കിയാകും ഈ സംവിധാനം പ്രവർത്തിക്കുക എന്നാണ് റിപ്പോർട്ട്. ഏപ്രിൽ 1 മുതൽ ഈ സംവിധാനം നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ മൂലം നടപ്പിലാക്കാൻ സാധിച്ചില്ല. അതിനാലാണ് മെയ് 1 മാറ്റിവച്ചിരിക്കുന്നത്. നിലവിൽ ഫാസ്ടാഗുകൾ റീഡ് ചെയ്യുന്നതിനായി ടോൾ പ്ലാസയിൽ വാഹനങ്ങൾ നിർത്തണമായിരുന്നു. എന്നാൽ പുതിയ സിസ്റ്റം GPS അധിഷ്ഠിതമാണ്. അതിനാൽ തന്നെ സഞ്ചരിക്കുന്ന ദൂരം ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാകും നിർണ്ണയിക്കുക. ഈ തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നേരിട്ട് കുറയ്ക്കുകയും ചെയ്യും. ഈ പുതിയ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ രാജ്യത്തെ കുറച്ച് ദേശീയപാതകളിൽ മാത്രമായിരിക്കും മെയ് 1 മുതൽ നടപ്പിലാക്കുക. കൂടാതെ GPS സിസ്റ്റത്തിന് പ്രത്യേക ലൈൻ ഉണ്ടായിരിക്കും. ഫാസ്ടാഗ് തിരഞ്ഞെടുക്കുന്നവർക്ക് നിലവിലെ പോലെ തന്നെ യാത്ര ചെയ്യാനും സാധിക്കും. ഉപഗ്രഹങ്ങൾ വഴി വാഹനത്തിന്റെ സ്ഥാനം, ചലനം, യാത്രാസമയം എന്നിവ ട്രാക്ക് ചെയ്യാനും സാധിക്കും. പരീക്ഷണ വിജയം കണ്ടാൽ എല്ലാ ടോൾ പ്ലാസകളിലേക്കും ഈ സംവിധാനം വ്യാപിപ്പിക്കും. ഈ സംവിധാനം നടപ്പിലാക്കിയാൽ ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾ നിർത്തേണ്ട ആവശ്യം വരികയില്ല. ഇത് യാത്രകൾ എളുപ്പമാക്കാനും യാത്രാസമയം ലാഭിക്കാനും സാധിക്കും. കൂടാതെ ടോളുകളിൽ ഇളവ് നൽകുന്നതിനായി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം 2 നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്നാണ് വിവരം. ഇതിൽ 2.5 വരി പാതകളെയും ഇടുങ്ങിയ ദേശീയ പാതകളെയും ടോളുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാനാണ് ശ്രമം. കൂടാതെ ടോളുകൾക്ക് പകരം പാസുകൾ കൊണ്ടുവരാനും ലക്ഷ്യമിടുന്നുണ്ട്.